നമ്മൾ ഒരാളോട് കാണിക്കുന്ന പെട്ടെന്നുള്ളൊരു പ്രതികരണം എല്ലായ്പ്പോഴും ആ വ്യക്തിയെ കുറിച്ചിട്ട് മാത്രമാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പലപ്പോഴും അത് നമ്മുടെ ഉള്ളിലെ ഏതോ ഒരു ഭാഗത്തെ സ്പർശിക്കുന്നത് കൊണ്ടാണ്. ഒരാൾ പറയും, എനിക്ക് ഈ നീഡി ആയിട്ടുള്ള ആളുകളെ ഒട്ടും സഹിക്കാൻ പറ്റില്ല, എപ്പോഴും ഹെൽപ്പ് ചോദിക്കുന്ന ആളുകളെ എനിക്ക് തീരെ കണ്ണിന് കാണാൻ പാടില്ല എന്നൊക്കെ. എന്നാൽ പിന്നീട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർക്ക് സ്വന്തം ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളോട് സഹായം ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. മറ്റൊരാൾ അഹങ്കാരിയാണെന്ന് പറഞ്ഞ് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളൊരു ചെറിയ ആളായി പോകുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം അവിടെ പ്രതിഫലിപ്പിക്കുന്നത്. പുറത്ത് നമ്മളെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ സത്യത്തില് നമ്മുടെ ഉള്ളിലെ പരിഹരിക്കപ്പെടാത്ത ചില ഭയങ്ങളോ സങ്കടങ്ങളോ നമ്മൾ തന്നെ സ്വയം തള്ളിക്കളഞ്ഞ നമ്മുടെ ചില സ്വഭാവങ്ങളോ ഒക്കെ ആകാം. നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ മറ്റുള്ളവരിലേക്ക് ചാർത്തി കൊടുക്കുന്ന ഒരു പ്രതിരോധ മാർഗമാണിത്. ഒരു ഡിഫൻസ് മെക്കാനിസം ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എല്ലാ പ്രതികരണങ്ങളും പ്രൊജക്ഷൻ അല്ല. ചിലപ്പോ മറ്റൊരാൾ ശരിക്കും മോശമായി പെരുമാറുന്നുണ്ടാകാം. അവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എല്ലാം എന്റെ കുഴപ്പമാണോ എന്നല്ല, മറിച്ച് എന്തുകൊണ്ട് ഈ കാര്യം എന്നെ ഇത്രയധികം വേദനിപ്പിക്കുന്നത്. മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഒരല്പം മാറി നിന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ബന്ധങ്ങളിൽ കൂടുതൽ സമാധാനം ഉണ്ടാവും. മറ്റൊരാളെ തിരുത്തുന്നതിനേക്കാൾ പ്രധാനം എന്തുകൊണ്ട് ആ കാര്യം എന്നെ ഇത്രത്തോളം ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ചേഞ്ചസ് വരുന്നത്.